ഒരുപാട് പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നു കൊഴിച്ചു മൂടി എന്ന വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ധർമ്മസ്ഥല ദേശീയ ശ്രദ്ധ നേടിയിരിക്കുന്നു. ഒരുപാട് ദുരൂഹതകൾ ഈ പറയുന്ന ആരോപണങ്ങളിലുണ്ട്. മറ നീക്കുമോ ദുരൂഹത? നമ്മൾ അന്വേഷിക്കുന്നു. രാജ്യത്ത് നടന്നുകൂടാത്ത കാര്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. മാത്രമല്ല, നിയമവ്യവസ്ഥ നേരെ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. നമ്മുടെ വാർത്താസംഘം അവിടെയുണ്ട്. ധർമ്മസ്ഥലയിലെ തെളിവെടുപ്പിൽ നിന്ന് പോലീസിൻ്റെ ദുരൂഹമായ പിന്മാറ്റം. ധർമ്മസ്ഥല സ്നാനഘട്ടത്തോട് ചേർന്ന കാട്ടിൽ തെളിവെടുപ്പിനായി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി എത്തിയെങ്കിലും പോലീസ് വന്നില്ല. അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷം തൊഴിലാളി മടങ്ങിപ്പോയി. 24 എക്സ്ക്ലൂസീവ്. സുരക്ഷാ ഭീഷണിയുള്ള സാക്ഷി എത്തി, പക്ഷേ പോലീസ് വന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണത്രേ. രാജ്യം ഒന്നടങ്കം നടുങ്ങിയ വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിൽ ധർമ്മസ്ഥല പോലീസിന്റെ ഗുരുതര അനാസ്ഥ. മൂന്ന് മണിയോടെ സാക്ഷിയും അഭിഭാഷകരും എത്തി. കാറിൽ കാത്തിരിപ്പ് തുടങ്ങി. പോലീസ് സുരക്ഷ നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ച പ്രതിക്കൊപ്പം പേരിനു പോലും ഒരാളില്ല. പിന്നീട് മഫ്തിയിൽ 2 പോലീസുകാർ എത്തി. വൈകാതെ അറിയിപ്പ് വന്നു, ഇന്ന് തെളിവെടുപ്പിന് പോലീസ് എത്തില്ല. നേരത്തെ പലതവണ ആവശ്യപ്പെട്ടിട്ടും സാക്ഷി വന്നിരുന്നില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണ് എത്താതിരുന്നതെന്ന് ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ പറയുന്നു. തെളിവെടുപ്പിന് എന്ന് നടക്കുമെന്ന കാര്യത്തിൽ പോലീസിന് മറുപടിയില്ല. പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുൻ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകർ കോടതിയെ സമീപിച്ചേക്കും. ധർമ്മസ്ഥലയിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. അവിടെ പോയതിന് ശേഷം എന്താണ് പ്രത്യേകിച്ച് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? സുരക്ഷാ ഭീഷണിയുണ്ടോ? അതാദ്യം പറയും. SKN, ധർമ്മസ്ഥലയിൽ വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരല്പം മാറി നിൽക്കുകയാണ്. ഇവിടെ നിന്നൊരു ധർമ്മസ്ഥലയുടെ ബോർഡർ കടന്നാൽ പിന്നെ അത് ഇന്ത്യയുടെ ഭാഗമാണോ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥകളൊക്കെയാണോ അവിടെ ഉള്ളത് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ കാണുന്നത്. കാരണം ആ മണ്ണിന് ഒരു പ്രത്യേക നിയമമാണ്. ആ നിയമം, ആ അലിഖിത നിയമങ്ങൾ ചിലർ ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അത്തരത്തിലാണ് ആ മണ്ണ് ഭരിക്കപ്പെടുകയും ചെയ്യുന്നത്. അവിടെ തങ്ങൾക്കെതിരെ ആരു നിന്നാലും അവരൊക്കെയും പതിയെ അപ്രത്യക്ഷമാകും. അത് ഏതെങ്കിലും തരത്തിൽ, ഒന്നുകിൽ അവർ വാഹനമിടിച്ച് കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കൊല്ലും. അങ്ങനെ ചിലരൊക്കെയും സ്ലോ പോയിസൺ ചെയ്തു പോലും കൊല്ലപ്പെട്ട പലരുമുണ്ട് എന്നുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. ഇതൊരിക്കലും ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയുമ്പോൾ അത് ഈ ലൈംഗികത മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയൊരു ആക്രമണം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പൊളിറ്റിക്കലായുള്ള റീസൺസ് പോലും ഇതിൻ്റെ പിന്നിലുണ്ട്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും എന്ന് കണ്ടുപോലും ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കാൻ തയ്യാറാകുന്നവരുടെ പോലും കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ വലിയ കഥകൾ ഇവിടെ വന്നതിന് ശേഷം കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു ബോർഡർ താണ്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ചോദ്യം, നിങ്ങൾ ആരുടെ സംരക്ഷണത്തിലാണ്, നിങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്നാണ് ഓരോ ആളുകളും റോഡിൽ കാണുന്നവർ നമ്മളോട് ചോദിക്കുന്നത്. പലരും പറയാതെ പറയുന്ന ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതൊക്കെയും ഒരു 10-40 വർഷമായി നിലനിൽക്കുന്ന ഒരു നിയമവ്യവസ്ഥ. അതൊരു എഴുതപ്പെട്ട നിയമവ്യവസ്ഥയല്ല, മറിച്ച് ഒരു കുടുംബം, ഒരു കൂട്ടം കൈയാളുന്ന, ഒരു വലിയ ഗ്യാങ് കൈയാളുന്ന ഒരാളിൽ നിന്ന് വരുന്ന എന്തൊക്കെ കമാൻഡുകളുണ്ടോ അതൊക്കെയും ഇവിടെ നടപ്പിലാക്കപ്പെടും. അയാൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ വിഭാഗം ആഗ്രഹിക്കുന്നതനുസരിച്ച് മാത്രം ഭരിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ധർമ്മസ്ഥല. അത് ഏറ്റവും ചെറിയ കണ്ണി മുതൽ ഏറ്റവും ഉയർന്ന കണ്ണി വരെ അതിലുണ്ട്. കാരണം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇവിടെ വരാറുണ്ട്. അതിന് പാർട്ടി ഒരു ബാധകമല്ല, അതിന് പാർട്ടി ഒരു അതിർവരമ്പല്ല. അതിൽപ്പെട്ട എല്ലാവരും ഇവിടെ വന്നു പോകാറുണ്ട്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്, ഇവർ തിരിച്ചങ്ങോട്ടും സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പാർട്ടിപരമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഏതൊരാൾ ഇവിടെ വന്നാലും
അവരെ ചുറ്റിപ്പറ്റി അവരെ നിരീക്ഷിക്കാൻ ഒരു റഡാർ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റഡാറിൽ പെടാതെ പോവുക എന്ന് പറയുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയും പലരും അങ്ങനെ പിന്തുടരുകയും പലരും അങ്ങനെ പല നോട്ടങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തോ ഉണ്ട്. അത് ഇത്ര പേര് ഇവർ കൊന്നു എന്ന് നമ്മളത് പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ അതിനപ്പുറം ഈ മണ്ണിൽ ഇത്രയും പേരെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എങ്കിൽ അത് അങ്ങനെ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ അതാര്, എന്തിന്, എപ്പോൾ, എങ്ങനെ എന്നുള്ളതൊക്കെയും ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം വേണം. അതിന് മുന്നിൽ നിൽക്കേണ്ട പോലീസ് സംവിധാനമാണ് ഇന്ന് ആ സാക്ഷിയെ, അതായത് ഇത്രയധികം വധഭീഷണി നേരിടുന്ന ഒരു സാക്ഷിയെ അത്രയും സമയം അവിടെ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ആ പോലീസ് ഒളിച്ചുകളി നടത്തിയത്. എന്തായാലും ഇതിന്റെ സത്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ പുറത്തു വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, മുഹമ്മദ് റയീസാണ് ധർമ്മസ്ഥലയിൽ നമുക്കിപ്പം ചേർന്ന്. എന്തായാലും കെയർ എടുക്കട്ടെ, അവിടെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.